ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മുടെ സബ്സ്ക്രൈബർ എനിക്ക് മെസ്സേജ് അയച്ചൊരു കാര്യമെല്ലാം ചോദിച്ചിരുന്നു. അതായത് അവരുടെ ചാനൽ കാറ്റഗറി എല്ലാം അവർ ചേഞ്ച് ചെയ്തു. അതിനുശേഷം അവരുടെ ചാനൽ ഫ്രീസ് ആകുമോ എന്നെല്ലാമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ചാനലെല്ലാം തുടങ്ങിയ സമയത്ത് ഏറ്റവും ഡിഫോൾട്ടായി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് നോർമലി വരുന്ന ഒരു കാറ്റഗറി എന്ന് പറയുന്നത് പീപ്പിൾസ് ആൻഡ് ബ്ലോഗ്സ് എന്ന ഈ ഒരു കാറ്റഗറി എല്ലാം ആയിരിക്കും വരുന്നത്. ഇതിന് ശേഷം ഞാൻ കുറച്ച് വീഡിയോസ് എല്ലാം അതിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം ആ ഒരു കാറ്റഗറി എല്ലാം ചേഞ്ച് ചെയ്ത് ടെക് റിലേറ്റഡായ കണ്ടന്റ് എല്ലാം ചെയ്യുകയുണ്ടായി. അപ്പോൾ ഏറ്റവും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ആദ്യം തന്നെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്ന അതേ കാറ്റഗറി എല്ലാം ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. കാരണം നമ്മൾ ആദ്യം തന്നെ കറക്റ്റ് ഡിസിഷൻ എടുക്കുകയാണ് ഏത് കാറ്റഗറിയിൽ നമ്മൾ വീഡിയോസ് എല്ലാം ചെയ്യണമെന്നെല്ലാം. അപ്പോൾ ആ ഒരു കാറ്റഗറി തന്നെ നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്ത് ഈ ഒരു കാറ്റഗറിയിലുള്ള വീഡിയോ ആണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുന്നു. ആ ഒരു കാറ്റഗറിയിൽ തന്നെ നിങ്ങൾ വീഡിയോ ചെയ്യുന്നത് ഇത് എന്തുകൊണ്ട് നിങ്ങൾക്ക് ബെസ്റ്റായ ഒരു കാര്യം തന്നെയാണ്. എന്നാൽ നിങ്ങൾ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തു, നിങ്ങൾക്ക് യൂട്യൂബിനെ കുറിച്ച് വലിയൊരു ധാരണയൊന്നുമില്ല, നിങ്ങൾ ഇപ്പോൾ വച്ചിരിക്കുന്ന കാറ്റഗറി ഇത് കറക്റ്റായ കാറ്റഗറിയിലല്ല നിങ്ങൾ ചെയ്യുന്ന കണ്ടന്റ് അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു കാറ്റഗറി എല്ലാം സെലക്ട് ചെയ്തു, ഉദാഹരണമായി നിങ്ങൾ എൻ്റർടൈൻമെൻറ്റ് എന്നെല്ലാം സെലക്ട് ചെയ്ത് ടെക് റിലേറ്റഡായ കണ്ടന്റ് എല്ലാം ഇടുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ടെക് ഓഡിയൻസ് എല്ലാമാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ കാറ്റഗറി ഇത് കറക്റ്റായിട്ടല്ല നിങ്ങളുടെ ചാനലിൽ ഇരിക്കുന്നത്. അതിനാൽ തന്നെ നിങ്ങളുടെ കണ്ടന്റ് കറക്റ്റായ ഓഡിയൻസിലേക്കല്ല എത്തുന്നത്. അത് കാരണം നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വ്യൂസ് ഒന്നും ലഭിക്കാനെല്ലാം ഇതിലെല്ലാമുള്ള സാധ്യതയെല്ലാം കുറവാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ഇതിലൊരു 50 വീഡിയോ ഇട്ടു, 60 വീഡിയോ എല്ലാം ഇട്ടു, പക്ഷേ ഇങ്ങനെ നിങ്ങൾ കറക്റ്റ് കാറ്റഗറിക്ക് അനുസരിച്ചല്ല ഈ വീഡിയോസ് ഇടുന്നത് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ചാനൽ കാറ്റഗറി എല്ലാം നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം അപ്കമിങ് ആയി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും അതിന് അനുയോജ്യമായ കാറ്റഗറി തന്നെ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇത് കറക്റ്റ് അല്ല എങ്കിൽ കറക്റ്റായ ഓഡിയൻസിലേക്കല്ല നിങ്ങളുടെ കണ്ടന്റ് എത്തുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് നമുക്ക് ഒരിക്കലും ഒരു തെറ്റ് പറ്റിയെന്ന് കരുതി നമ്മൾ അത് ക്ലിയർ ചെയ്യാതിരിക്കുമ്പോഴാണ് കൂടുതൽ ദോഷമെല്ലാം വരിക. അപ്പോൾ നിങ്ങളുടെ കണ്ടന്റ് നിങ്ങൾ ചെയ്യുന്നത് കറക്റ്റ് കാറ്റഗറിയിലല്ല അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ കറക്റ്റായ കാറ്റഗറിയിൽ ഇത് അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം യൂട്യൂബ് ഒരു സ്പെസിഫിക് ആയ ഒരു കാര്യമെല്ലാം ചെയ്യുന്നത് നമ്മൾ കറക്റ്റായ കാറ്റഗറി സെലക്ട് ചെയ്യണമെന്ന് തന്നെയാണ് യൂട്യൂബിൻ്റെ പോളിസിയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് അല്ലാത്ത കാറ്റഗറി എല്ലാം സെലക്ട് ചെയ്ത് ചില ആളുകളെല്ലാം കരുതും എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ മ്യൂസിക് എല്ലാം തന്നെ ഒരുപാട് പേർ കാണുന്ന കാറ്റഗറി അല്ലേ, അതിനാൽ തന്നെ ആ ഒരു കാറ്റഗറി സെലക്ട് ചെയ്ത് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യാം. എന്നാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോ ആ കാറ്റഗറിയിൽ ഉള്ളതായിരിക്കില്ല. നമ്മൾ ചിലപ്പോൾ കുക്കിംഗ് എല്ലാം ആയിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റു പല അതായത് ഈ കാറ്റഗറി അനുബന്ധമല്ലാത്ത വീഡിയോസ് എല്ലാം ആ ഒരു കാറ്റഗറിയിൽ അപ്ലോഡ് ചെയ്യുക. ഇതെല്ലാം യൂട്യൂബ് പോളിസിക്ക് അഗെയിൻസ്റ്റ് ആയ ഒരു കാര്യമാണ്. അതിനാൽ തന്നെ നിങ്ങൾ ഈ ഒരു ചാനൽ കാറ്റഗറി ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് മാത്രം നിങ്ങളുടെ ചാനൽ ഫ്രീസ് ആകുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എപ്പോഴാണ് ഇങ്ങനെ നിങ്ങളുടെ ചാനൽ ഫ്രീസ് ആകുന്നത്? ഇത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന കാറ്റഗറി എല്ലാം കറക്റ്റാണ്, എന്നാൽ നിങ്ങൾക്ക് വ്യൂസ് ഒന്നും ലഭിക്കുന്നില്ല. അതിനാൽ തന്നെ നിങ്ങളുടേതല്ലാത്ത ഒരു കാറ്റഗറി എല്ലാം നിങ്ങൾ കൊടുത്ത് അതിൽ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ ഇത് യൂട്യൂബ് പോളിസിക്ക് അഗെയിൻസ്റ്റ് ആയ കാര്യമാണ്. കാരണം നിങ്ങൾ വ്യൂസിന് വേണ്ടി നിങ്ങളുടേതല്ലാത്ത ഒരു കാറ്റഗറിയിലെല്ലാമാണ് ഈ ഒരു വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സാഹചര്യമെല്ലാമാണെങ്കിൽ ഇത് നിങ്ങൾ യൂട്യൂബിൻ്റെ പോളിസി എല്ലാം ബ്രീച്ച് ചെയ്യുകയാണ്. അതിനാൽ തന്നെ അത് നിങ്ങൾക്ക് നെഗറ്റീവായി ഇമ്പാക്റ്റ് ചെയ്യുകയും ചെയ്യും. അല്ലാതെ നിങ്ങൾ ഇപ്പോൾ കുറച്ച് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തു, അതൊരു കാറ്റഗറിയിലാണ്, എന്നാൽ പിന്നീട് നിങ്ങൾക്ക് തോന്നി ഞാൻ ചെയ്യുന്നത് എഡ്യൂക്കേഷണൽ വാല്യൂ ഉള്ള കണ്ടന്റ് ഉള്ള കാര്യങ്ങളെല്ലാം ആണല്ലോ, അതിനാൽ തന്നെ എഡ്യൂക്കേഷൻ സെലക്ട് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. ഇങ്ങനെ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ നിങ്ങളുടെ കണ്ടന്റ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിക്ക് ഇത് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ ഒരു കാറ്റഗറി എല്ലാം സെലക്ട് ചെയ്യാം എന്ന് കരുതി നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ചാനലിൻ്റെ കാറ്റഗറി എല്ലാം ചേഞ്ച് ചെയ്യാതിരിക്കുകയും ചെയ്യുക. കാരണം നമ്മൾ ഒരു കാറ്റഗറിയിൽ നിന്നും പെട്ടെന്ന് നമ്മൾ ഈ മറ്റൊരു കാറ്റഗറിയിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഓഡിയൻസ് എല്ലാം തന്നെ വ്യത്യാസം വരികയാണ്. അതായത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഇത് നമ്മൾ ഇതുവരെ ഉള്ള ഒരു ഓഡിയൻസിലേക്കല്ല എത്തുന്നത്, മറിച്ച് പുതിയ കുറച്ച് ഓഡിയൻസ് ആ ഒരു കാറ്റഗറി എല്ലാം ഇഷ്ടപ്പെടുന്നവരിലേക്കാണ് ഇത് എത്തുക. അതിനാൽ തന്നെ നല്ല രീതിയിൽ പോകുന്ന ഒരു ചാനൽ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ ചാനൽ കാറ്റഗറി എല്ലാം ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിൽ വ്യൂസ് എല്ലാം കുറവെല്ലാം വരാനുള്ള ഇത് കാരണമാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് നമ്മൾ ചാനൽ കാറ്റഗറി എല്ലാം ചേഞ്ച് ചെയ്യുമ്പോൾ അതിൽ പെട്ടെന്ന് വ്യൂസ് എല്ലാം കുറഞ്ഞു പോകുന്നത്. എന്നാൽ ഇത് ഇപ്പോൾ നിങ്ങളുടെ
നിങ്ങളുടെ ചാനൽ ഫ്രീസ് ആയതുകൊണ്ടല്ല നിങ്ങളുടെ ചാനലിലേക്ക് വ്യൂസ് എല്ലാം കുറയുന്നത്. ഇത് നിങ്ങളുടെ ചാനൽ കാറ്റഗറി എല്ലാം ചേഞ്ച് ചെയ്തത് കാരണം യൂട്യൂബിൻ്റെ അൽഗോരിതത്തിൽ കുറേയധികം ചേഞ്ചസ് എല്ലാം വരും. അതായത് നമ്മുടെ റാങ്കിങ്ങിലും അതുപോലെ നമ്മൾ ഇതുവരെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസിൻ്റെ ഓഡിയൻസിലും ഇതിലെല്ലാം വരുന്ന ആ വ്യത്യാസം കൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു വ്യൂസ് എല്ലാം കുറച്ച് സമയത്തേക്ക് ഡൗൺ ആകുന്നത്. എന്നാൽ ഇത് കുറച്ച് സമയമെടുക്കും. ഗ്രാജുവലി നമുക്ക് ഈ ഒരു കാര്യം പിക്കപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ഏത് കണ്ടന്റ് ചെയ്യുകയാണെങ്കിലും കറക്റ്റായ കാറ്റഗറി സെലക്ട് ചെയ്ത് അതിൽ തന്നെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ തുടക്കക്കാരായ ഒരു യൂട്യൂബറോട് അല്ലെങ്കിൽ നിലവിൽ നിങ്ങൾ യൂട്യൂബ് ചാനലെല്ലാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ, നിങ്ങൾ ഏത് കാറ്റഗറിയിൽ വീഡിയോ ചെയ്യണമെന്ന് ആദ്യം തന്നെ ഡിസൈഡ് ചെയ്ത് നിങ്ങളുടെ ചാനൽ സെറ്റിങ്സിൽ ആ ഒരു കറക്റ്റ് കാറ്റഗറി എല്ലാം കൊടുത്തതിന് ശേഷം വീഡിയോസ് എല്ലാം ആ ഒരു കാറ്റഗറിയിൽ തന്നെ അപ്ലോഡ് ചെയ്യുക. ഇത് എന്തുകൊണ്ടും നിങ്ങളുടെ ചാനലിന് നല്ലതാണ്. കാരണം ഇടയ്ക്ക് നമുക്ക് ഈ ഡിസിഷൻ മാറ്റം വരുത്തുന്നത് ഇത് നമ്മുടെ ചാനലിന് നെഗറ്റീവായി വരാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. എന്നാൽ ഇൻകറക്റ്റായ കാറ്റഗറിയിലാണ് നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ ഇത് കറക്റ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. ഇതിനാണ് യൂട്യൂബ് നമുക്ക് ഇത്തരത്തിൽ ചാനൽ കാറ്റഗറി മാറ്റാനുള്ള ഒരു ഓപ്ഷൻ എല്ലാം നൽകിയിരിക്കുന്നത്. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്